എന്തിന് നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പ് അവരല്ലേ. ഉറക്കമില്ലാത്ത രാത്രികളും സുഖങ്ങളും സന്തോഷങ്ങളും മാറ്റിവെച്ചല്ലേ ഓരോ മക്കളെയും ഓരോ മാതാപിതാക്കളും നോക്കി വളർത്തിയത്. അതുപോലെ തന്നെ ലോകത്തിലെ ഓരോ സ്നേഹബന്ധങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹമെന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടുള്ളത് അല്ല. അവർ ഒരിക്കലും നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല മക്കളെ സ്നേഹിക്കുന്നത്. നടക്കാനും സംസാരിക്കാനും പഠിച്ചത് ആരിൽ നിന്നാണ്? മാതാപിതാക്കളിൽ നിന്ന്. ശരിയും തെറ്റും നമ്മളെ തിരിച്ചറിഞ്ഞ് പഠിപ്പിച്ചതാരാണ്? മാതാപിതാക്കൾ. ആദ്യം നമ്മൾ ഉച്ചരിച്ച വാക്കുകൾ ആരുടേതാണ്? മാതാപിതാക്കളും. ജീവിതത്തിൽ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കാത്തത് പലതും നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ കണ്ടുപഠിച്ചതും ആരിൽ നിന്നാണ്? മാതാപിതാക്കളിൽ നിന്ന്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് മാതാപിതാക്കൾ. പലപ്പോഴും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മാതാപിതാക്കൾ. അതുകൊണ്ടാണ് നമ്മുടെ കൂടെയുള്ളപ്പോൾ ചേർത്ത് പിടിക്കണം, ചേർത്ത് വെക്കണമെന്ന് പറയുന്നത്. കാരണം നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ച് കിട്ടുകയില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ സംസാരം കേട്ട് അവർക്ക് മടുപ്പ് തോന്നാറുണ്ട്. എന്നാൽ ഒരിക്കലും നമ്മൾ എത്ര സംസാരിച്ചാലും നമ്മുടെ സംസാരത്തിനോട് മടുപ്പ് തോന്നാത്ത രണ്ട് വ്യക്തികളേ ഉള്ളൂ, നമ്മളുടെ മാതാപിതാക്കൾ. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര വിഷമങ്ങളുണ്ടെങ്കിലും, എത്ര പ്രയാസമുണ്ടെങ്കിലും നമ്മളുടെ മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ മാറ്റിക്കളയുവാനുള്ള മറുമരുന്ന് ഒറ്റമൂലിയുള്ള രണ്ട് വ്യക്തികളെ ഈ ഭൂമിയിലുള്ളൂ. അതാണ് നമ്മളുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. നമ്മൾ നടന്ന സമയങ്ങളിൽ വീഴാതെ നമ്മളെ ഓരോരുത്തരെയും കരങ്ങൾ പിടിച്ച് നടത്തിയത് ആരാണ്? നമ്മളുടെ മാതാപിതാക്കൾ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എത്ര സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് മതിയാകുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. എത്രയോ രാത്രികാലങ്ങൾ ഉറക്കമില്ലാതെ നമ്മൾ ഉറങ്ങുന്നത് നോക്കിയിരുന്നത് നമ്മളുടെ മാതാപിതാക്കളല്ലേ. നമ്മൾ എത്ര ദൂരെ പോയാലും തിരിച്ചു വരുന്നിടം വരെ നമ്മെ കാത്തിരിക്കുന്ന രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് നമ്മളുടെ മാതാപിതാക്കളല്ലേ. നമ്മൾക്ക് ഒരു രോഗം വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ ഏറ്റവും അധികം കണ്ണുനീർ പൊഴിക്കുന്നത് ആരാണ്? നമ്മളുടെ മാതാപിതാക്കൾ. നമ്മളുടെ ചെറിയ ഓരോ ദുഃഖത്തിലും നമ്മളെക്കാൾ അധികം ഏറ്റവും അധികം ഈ ഭൂമിയിൽ ദുഃഖിക്കുന്നത് ആരാണ്? നമ്മളുടെ മാതാപിതാക്കൾ. നമ്മുടെ ഓരോ വീഴ്ചകളും നമ്മൾ തകരുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും അധികം തകരുന്നത് ആരാണ്? നമ്മളുടെ മാതാപിതാക്കൾ. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും അധികം ഈ ഭൂമിയിൽ സന്തോഷിക്കുന്ന രണ്ട് വ്യക്തികളാണ് നമ്മളുടെ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ മാതാപിതാക്കളെ സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണമെന്ന് പറയുന്നത്. നമ്മൾ എത്ര സ്നേഹിച്ചാലും മതിയാകാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മളുടെ മാതാപിതാക്കൾ. അവരെ എത്രയോ കാത്ത് പരിപാലിച്ച് അവരുടെ സുഖങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ച് എത്രയോ രാത്രികാലങ്ങളിൽ ഉറക്കളിച്ച് ഇരുന്നാണ് നമ്മളെ ഓരോരുത്തരെയും ഈ പരുവത്തിലാക്കി കൊണ്ടുവന്നത്. നമ്മുടെ സുഖത്തിനു വേണ്ടി, നമ്മുടെ സന്തോഷത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച് നമ്മളെ കാത്തു പരിപാലിച്ച അവരെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? സ്നേഹിക്കാം മാതാപിതാക്കളെ, ചേർത്ത് പിടിക്കാം മാതാപിതാക്കളെ. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവനും ചേർത്ത് പിടിക്കുന്നവനും ജീവിതത്തിൽ ഒരു കാലത്തും
ഒരു സ്ഥലത്തും അധപ്പതിച്ചു പോകാനോ താന്നു പോകാനോ സർവശക്തനായ ദൈവം സമ്മതിക്കത്തില്ല. കാരണം കാണപ്പെട്ട ദൈവമെന്ന് പറയുന്നത് നമ്മളുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവൻ കാണപ്പെടാത്ത ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.